മൂന്നാറിനെ പ്ലാസ്റ്റിക് മുക്ത വിനോദസഞ്ചാര കേന്ദ്രമാക്കുവാൻ കർശന നടപടിയുമായി മൂന്നാർ പഞ്ചായത്ത്. മൂന്നാറിൽ 10 വിഭാഗം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം നിലവിൽ ഏർപ്പെടുത്തി. നിയമം ലംഘിക്കുന്നവർക്ക് കനത്ത പിഴയും വിവരം നൽകുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചു. വിനോദസഞ്ചാര മേഖലയും പരിസ്ഥിതിയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്നാറിൽ പ്ലാസ്റ്റിക് നിരോധനം നടപ്പാക്കിയത്. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ, സ്ട്രോകൾ ഉൾപ്പെടെ 10 വിഭാഗം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കാണ് നിരോധനം. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്താൽ ആദ്യ തവണ 10,000 രൂപയും ആവർത്തിച്ചാൽ 25,000 രൂപയും പിഴ ഈടാക്കും. സ്ഥാപനങ്ങൾ നിയമം ലംഘിച്ചാൽ 2.5 ലക്ഷം രൂപ വരെ പിഴയുണ്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിജയകുമാർ പറഞ്ഞു. പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പാദനവും വിതരണവും നടത്താൻ അതിന് ആദ്യ ലംഘനത്തിൽ 10,000 രൂപ പിഴ ഈടാക്കും. രണ്ടാമത്തെ ലംഘനത്തിൽ 25,000 രൂപ പിഴ ഈടാക്കും. മൂന്നാമത്തെ ലംഘനത്തിൽ 2,50,000 രൂപ പിഴ ഈടാക്കുന്നതോടൊപ്പം തന്നെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്ന ഉൾപ്പെടെയുള്ള നിലവിലെ പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ലംഘനം ആരെങ്കിലും പൊതുജനങ്ങൾക്ക് നേരിൽ ബോധ്യപ്പെട്ട് അവർ മൊബൈലിൽ പകർത്തി പഞ്ചായത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടാൽ അവരുടെ പേര് രഹസ്യമായി സൂക്ഷിക്കുകയും ഈടാക്കുന്ന പിഴയിൽ നിന്ന് 25% തുക അവർക്ക് പാരിതോഷികമായിട്ട് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ചാൽ 5,000 രൂപയും മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാത്തവർക്കും പിഴയുണ്ടാകും. നിരോധിത പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം, വിൽപ്പന, സംഭരണം എന്നിവയെക്കുറിച്ച് വിവരം നൽകി നടപടി സ്വീകരിക്കുവാൻ സഹായിക്കുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ 25% വരെ പാരിതോഷികം നൽകുമെന്നും അധികൃതർ അറിയിച്ചു. ഇതിനായി പ്രത്യേക വാട്സപ്പ് നമ്പറും ഉടൻ പ്രവർത്തന സജ്ജമാകും. കൈരളി ന്യൂസ്, ഇടുക്കി.